Radio Library. Radio Library with RJ Radish. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഖത്തർസ് നമ്പർ 1 റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം 98.6 ഇത് റേഡിയോ ലൈബ്രറിയുടെ ടൈം. നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ്. അപ്പൊ ഇന്ന് റേഡിയോ ലൈബ്രറിയിൽ എന്റെ കൂടെ എത്തിയിരിക്കുന്നത് മലയാള ഭാഷയെ അരച്ച് കലക്കി കുടിച്ച ഒരാളാണ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഭാഷാ സാഹിത്യ ഗവേഷണ മേഖലയിൽ ശ്രദ്ധേയനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിയായിട്ടുള്ള ഡോക്ടർ അശോക് ഡിക്രൂസ് സാറാണ് എന്ന് എന്റെ കൂടെ കഴിഞ്ഞിരിക്കുന്നത്. നമസ്കാരം, സ്വാഗതം റേഡിയോ മലയാളം 98.6ലേക്ക്. നമസ്കാരം. ഖത്തറിൽ വന്നിട്ട് മലയാള ഭാഷ തന്നെയാണ് കൂടുതൽ സംസാരിച്ചതെന്ന് പറഞ്ഞു. എവിടെ നോക്കി കഴിഞ്ഞാലും മലയാളം സംസാരിക്കാൻ പറ്റി. ഞാൻ ആദ്യമായിട്ടാണ് ഖത്തറിൽ വരുന്നത്. ഖത്തറിൽ വരുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ എന്റെ ഭാഷ കേൾക്കുക എന്ന് പറയുന്ന സന്തോഷവും ആവേശവും എനിക്കുണ്ട്. എന്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം വന്നു, ഇതുവരെ മലയാളം അല്ലാതെ ഒരു ഭാഷ കേൾക്കേണ്ടി വന്നില്ല. കഴിഞ്ഞ ദിവസം വന്ന് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയ റെസ്റ്റോറന്റിന്റെ പേര് അഡാർ എന്നായിരുന്നു. പിന്നെ അവിടുത്തെ മെനു കാർഡ് നോക്കിയപ്പോൾ ഞാൻ വീണ്ടും ഞെട്ടി. മെനു കാർഡില് അമ്മച്ചി ചിക്കൻ, മണവാട്ടി ചിക്കൻ, കിടുക്കാച്ചി മീൻകറി ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ കരുതി ഇത് ഖത്തർ തന്നെയാണോ എന്നൊരു സംശയം. ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ ചെന്ന് റിസപ്ഷനിൽ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങിയെങ്കിലും അദ്ദേഹം ഫോണിൽ മലയാളത്തിൽ സംസാരിക്കുന്നത് കേട്ടപ്പോൾ എന്റെ ആ പ്രതീക്ഷ അസ്തമിച്ചു. ഇവിടെ മലയാളം തന്നെയാണ് ഏറ്റവും കൂടുതൽ വിനിമയം ചെയ്യപ്പെടുന്നത് എന്നുള്ള നഗ്ന സത്യം മനസ്സിലാക്കി. ഇപ്പോൾ ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ് ലഭിച്ചിട്ടുണ്ട്. അതും മലയാളത്തിൽ ഏറ്റവും ഗവേഷണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ പുറത്തിറക്കിയതിനാണ് ഈ ഒരു റെക്കോർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. മലയാള ഭാഷയെ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരാളാണ്. തെറ്റുകൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാറുണ്ടോ? ഭാഷയിൽ തെറ്റുകളില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്ന് വെച്ചാല് ഭാഷയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഭാഷയെ നമുക്കൊരു കള്ളിയിൽ, ഒരു ചട്ടക്കൂടിനുള്ളിൽ അടച്ചിടാൻ കഴിയില്ല. അങ്ങനെ കഴിയില്ല എന്ന് എനിക്ക് തോന്നിയത്, എന്നെ അത് പഠിപ്പിച്ചത് മലപ്പുറത്തെ കുറച്ച് സ്കൂൾ കുട്ടികളാണ്. എനിക്ക് ആദ്യമായിട്ട് ജോലി കിട്ടുന്നത് ഒരു 18 വർഷം മുമ്പ് ഒരു സർക്കാർ ഹൈസ്കൂളിലാണ്, തുവ്വൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഹൈസ്കൂളിൽ ജോലി കിട്ടി. എന്റെ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ പഠിപ്പിക്കുന്നു. അപ്പോ പുതിയ പദങ്ങൾ, നൂതന പദങ്ങളൊക്കെ ബോർഡിൽ എഴുതിയിട്ട് കൊടുക്കുകയാണ്. അപ്പം മണ്ടുക എന്നൊരു പദം കണ്ടപ്പോൾ ഞാൻ ബോർഡിൽ എഴുതിയിട്ട് കൊടുത്തു. മണ്ടുക, ഓടുക എന്ന് എഴുതിയിട്ടു. അപ്പൊ ക്ലാസ്സിൽ നിന്ന് കുട്ടികളെല്ലാം ചിരിക്കുകയാണ്. ഞാൻ വെച്ചാൽ എന്താ ചിരിക്കുന്നത്? അപ്പൊ ഒരു കുട്ടി ധൈര്യസമേതം പറഞ്ഞു, മാഷേ മണ്ടുക എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മണ്ടുക എന്ന് തന്നെയാ, ഓടുക ഒക്കെ നിങ്ങൾക്കാണ്, തെക്കൻ ജില്ലക്കാർക്കാണ് ഓടുക എന്നൊക്കെ അർത്ഥമുള്ളത്. അപ്പൊ ഞാൻ മനസ്സിലാക്കി, ഭാഷ അവനവന്റെ സ്വന്തമാണ്. ഞാൻ വീട്ടിൽ സംസാരിക്കുന്നതാണ് എന്റെ സ്വകാര്യ ഭാഷ, നിങ്ങൾ വീട്ടിൽ സംസാരിക്കുന്ന നിങ്ങളുടെ സ്വകാര്യ ഭാഷ. നമുക്ക് തമ്മിൽ ഒരു വിനിമയത്തിന് വേണ്ടിയാണ് ഒരു പൊതുഭാഷ സങ്കല്പിച്ചിരിക്കുന്നത്. ഈ പൊതുഭാഷയാണ് ശരി എന്ന് കരുതുകയും സ്വകാര്യ ഭാഷ തെറ്റാണെന്ന് കരുതുകയും ചെയ്യുന്നിടത്താണ് തെറ്റിന്റെയും ശരിയുടെയും ഉദയം ഉണ്ടാകുന്നത്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് വ്യാകരണം എനിക്ക് ഇഷ്ടമുള്ള ഒരു വിഷയമാണ്. വ്യാകരണപരമായിട്ട് തെറ്റും ശരിയും വ്യവച്ഛേദിച്ചറിയാൻ പറ്റുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് പ്ലേ സ്റ്റോറിലുണ്ട്. എഴുത്താശാൻ എന്നാണ്. അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നെ ഇറക്കിയിട്ടുള്ളൂ. കുട്ടികൾക്ക് മാത്രമല്ല, ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ തെറ്റുവരുത്താൻ സാധ്യതയുള്ളത് DTP ഓപ്പറേറ്റർമാരും മാധ്യമപ്രവർത്തകരുമാണെന്നാണ്. ഞാൻ അത് തന്നെ ചോദിക്കാൻ വന്നത്. മാധ്യമപ്രവർത്തകർ എഴുതുന്നതിൽ പത്രങ്ങളിൽ പോലും പലപ്പോഴും എഴുതി വരുന്ന ചില വാക്കുകൾ, ഇപ്പൊ എക്സാമ്പിൾ ഇപ്പോൾ ഉത്സവം എന്നൊരു വാക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ ലെറ്റർ നമുക്ക് പക്ഷെ വായിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കൃത്യമായിട്ട് അത് മനസ്സിലാകുന്നുണ്ടായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള തെറ്റുകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ തന്നെയാണോ? നമുക്ക് വായിച്ചാൽ മതി, വായിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവുമല്ലോ എന്നുള്ളതാണോ? അത് എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഭാഷ യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് ഈ സംസാരിക്കുന്നതിലാണ്. എഴുതി കാണിക്കുക എന്ന് പറയുന്നത്, ലിപി എന്ന് പറയുന്നത് ഭാഷയുടെ ഒരു സാങ്കേതിക രൂപം മാത്രമാണ്. യഥാർത്ഥത്തിൽ ഭാഷ ഞാനും നിങ്ങളും സംസാരിക്കുന്നതാണ് ഭാഷ. ലിപി കൊണ്ട് എഴുതുമ്പോഴാണ് നമ്മൾ ഈ സാങ്കേതിക പ്രശ്നം വരുന്നത്, തെറ്റിന്റെ ശരിയുടെ പ്രശ്നം വരുന്നത്. ഇപ്പൊ നമ്മൾ കോവിഡിന് ശേഷം നമ്മൾ നിരന്തരമായി തെറ്റിച്ചു വരുന്ന ഒരു വാക്ക് പെട്ടെന്ന് ഓർമ്മ വരികയാണ്, കോവിഡാനന്തരം. ശരിക്കും കോവിഡ് അനന്തരം എന്ന് മതി. കോവിഡ് അധികം അനന്തരം, കോവിഡ് അനന്തരം. നമ്മൾ ഡേവിഡ് അങ്കിൾ എന്നുള്ളത് ഡേവിഡ് ആങ്കിൾ എന്ന് പറയാറില്ലല്ലോ, ഡേവിഡ് അങ്കിൾ എന്ന് പറയുന്നത് പോലെ ഒരു ഭാഷാ നിയമമാണ്. നിയമത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കോവിഡാനന്തരം എന്നുള്ള പ്രയോഗം തെറ്റാണ് എന്ന് എനിക്കറിയാം. ഞാൻ അതുകൊണ്ട് കോവിഡാനന്തരം എന്ന് എഴുതുന്നു. എന്ന് കരുതി ഒരാൾ കോവിഡാനന്തരം എന്ന് പറയുകയോ എഴുതുകയോ ചെയ്താൽ അതിൽ ചുവന്ന മഷി വരയ്ക്കേണ്ട കാര്യം എനിക്കില്ല. കാരണം അത് അയാളുടെ സ്വകാര്യ ഭാഷയാണ്. നമ്മളെല്ലാ സ്വകാര്യ ഭാഷകളെയും ബഹുമാനിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ബഹുമാനിക്കാൻ പറ്റിയില്ലെങ്കിൽ തിരുവനന്തപുരംകാരൻ സംസാരിക്കുന്നതും തൃശ്ശൂർക്കാരൻ സംസാരിക്കുന്നതും മലപ്പുറംകാരൻ സംസാരിക്കുന്നതും കാസർഗോഡുകാരൻ സംസാരിക്കുന്നതും ഒക്കെ തെറ്റാണ് എന്ന് പറയേണ്ടി വരും. അത് ശരിയല്ല.
2020 കേരള സർക്കാർ മലയാള പ്രതിഭ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ടായിരുന്നത്. അത് മറ്റൊന്നുമല്ല, മലയാള ഭാഷയെ എങ്ങനെ ആൾക്കാരിലേക്ക് ഇപ്പം പുതിയ നൂതന സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിന് അതിന്റെ ഒന്ന് മൊബൈൽ ആപ്ലിക്കേഷൻ തന്നെയാണ്. അതിൽ എഴുത്താശാൻ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വരുന്നു, അതുപോലെ തിരൂർ മലയാളം എന്ന് പറഞ്ഞുള്ള ഒരു ആപ്ലിക്കേഷൻ വന്നു. ഈ എഴുത്താശാൻ എന്ന് പറയുന്നതും തിരൂർ മലയാളം രണ്ടും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഈ എഴുത്താശാൻ വാസ്തവത്തില് ഭാഷയുടെ ഈ സാങ്കേതിക പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ അതിജീവിക്കാം എന്നുള്ള ഒരു ആലോചനയുടെ പുറത്തുണ്ടാകുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. എന്തുകൊണ്ട് മൊബൈൽ ആപ്ലിക്കേഷൻ ആയി എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ DTP ഓപ്പറേറ്റർമാരും മാധ്യമപ്രവർത്തകരും വിദ്യാർത്ഥികളും അധ്യാപകരൊക്കെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഭോക്താക്കൾ. അവർക്ക് പെട്ടെന്ന് നിഘണ്ടു എടുത്ത് മറിച്ചു നോക്കാനും സമയമില്ല. പക്ഷെ ഫോണിലാണെങ്കിൽ നിഷ്പ്രയാസം ഞൊടിയിടയിൽ ഇത് മറിച്ചു നോക്കി ഇതിന്റെ ഒരു പരിഹാരത്തിലേക്ക് എത്താൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു മെച്ചം. ഈ തിരൂർ മലയാളം എന്താണ് അതിന്റെ ഉള്ളടക്കം എന്ന് ചോദിച്ചാൽ, വാസ്തവത്തിൽ തിരൂരിലെ അധ്യാപകർക്ക് വേണ്ടി നിർമ്മിച്ചെടുത്ത ഒരു ആപ്ലിക്കേഷനാണ്. പക്ഷെ കേരളത്തിലെ എല്ലാ അധ്യാപകർക്കും മലയാളം അധ്യാപകർക്കും ഉപകാരപ്പെടുന്ന തരത്തിൽ അത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. ഈ ഭാഷയെ സാങ്കേതിക വിദ്യയുമായി ഒരു പാലം പണിയുക എന്നുള്ളതാണ് ഞാൻ ചെയ്തത്. അപ്പൊ അത്തരം പാലം പണിയലുകളാണ് വാസ്തവത്തിൽ ഭാഷയ്ക്ക് ആവശ്യം. തിരൂർ മലയാളം എത്രത്തോളം ഉപകാരമായി? ഓരോ ടീച്ചേഴ്സും അതിനുശേഷം എന്തെങ്കിലും നേരിട്ട് പറഞ്ഞിരുന്നോ ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടിയതിൽ അവർക്ക് ഒരുപാട് ഉപകാരമായി എന്നാണ്? തിരൂർ മലയാളം ആപ്ലിക്കേഷൻ വാസ്തവത്തിൽ മലയാളം അധ്യാപകർക്ക് വേണ്ടിയാണെങ്കിലും പിന്നീട് കോവിഡ് കാലത്ത് അതിന്റെ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കൾ ഉണ്ടായത് വിദ്യാർത്ഥികളാണ്. കാരണം പാഠഭാഗങ്ങൾ, അതുപോലെ പാഠ്യാനുബന്ധ വിശേഷങ്ങൾ ഒക്കെ ആ ആപ്ലിക്കേഷനകത്ത് ഉണ്ടായിരുന്നു. അതിനുശേഷം തിരൂർ മലയാളം എന്നുള്ള പേരിൽ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരുന്നു. അത് പിന്നീട് നിന്നുപോയി. മലയാള സർവകലാശാലയുടെ നേതൃത്വത്തിലാണ് അങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിരുന്നത്. യൂട്യൂബ് ചാനലായിരുന്നു, അത് പിന്നീട് നിന്നുപോയതാണ്. പക്ഷെ അതിന്റെ വീഡിയോ ഒക്കെ എപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ അധ്യാപകർക്ക് മാത്രമല്ല വിദ്യാർത്ഥികൾക്കും സാമാന്യ ജനങ്ങൾക്കും ഒക്കെ ഉപകാരപ്പെടുന്ന തരത്തിലായിരുന്നു അതിന്റെ ഒരു ക്രമീകരണം. ഓക്കെ, ഇപ്പൊ നമ്മള് ഭാഷകളെ കുറിച്ച് പറയുമ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയിരുന്ന വാക്കുകളുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാചകങ്ങളുണ്ട്. അന്ന് ആ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും ഇപ്പോഴും അത് വായിക്കുമ്പോഴും ഒരു ഭയങ്കര ഇഷ്ടവും. പക്ഷെ ഇപ്പോഴത്തെ എഴുത്ത് രീതികളിലേക്ക് വരുമ്പോൾ ചിലത് മനസ്സിലാകാതെ പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള എഴുത്തുകൾ ഇനി വരേണ്ടതുണ്ടോ? ഇപ്പൊ ബഷീറിനെ പോലെയുള്ള എഴുത്തുകളൊക്കെ ഇപ്പൊ കുറവാണോ? കൂടുതലായിട്ട് ഇനി വരേണ്ടതുണ്ടോ? എഴുത്തുകാര് എപ്പോഴും എഴുത്തിൽ സ്വയം നവീകരിച്ചുകൊണ്ടിരിക്കണം. എഴുത്തിൽ സ്വയം നവീകരിച്ചില്ലെങ്കിൽ അവർ പുറത്താവും, അതിനകത്ത് സംശയമില്ല. ബഷീർ എഴുതിയത് ബഷീറിയൻ ഭാഷയിലാണ്, ബഷീർ നിർമ്മിച്ചെടുത്ത ഭാഷയിലാണ്, അല്ലെങ്കിൽ ബഷീറിന്റെ സ്വന്തം ഭാഷയിലാണ്. മാധവിക്കുട്ടി എഴുതിയത് മാധവിക്കുട്ടിയുടെ ഭാഷയിലാണ്, MD എഴുതിയത് MDയുടെ ഭാഷയിലാണ്. അങ്ങനെ ശ്രദ്ധേയരായിട്ടുള്ള എല്ലാ എഴുത്തുകാരും അവരവരുടെ ഭാഷയിലാണ് എഴുതിയത്. നാരായൺ കൊച്ചേരത്ത് എഴുതിയത് നാരായണന്റെ ഭാഷയിലാണ്. ഇനി VKN എഴുതിയത് VKN സ്വയം നിർമ്മിച്ചെടുത്ത ഒരു ഭാഷയിലാണ്. അത് കൃത്രിമ ഭാഷയല്ല, സ്വയം നിർമ്മിച്ചെടുത്ത മലയാളത്തിലാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ വിളാകത്ത് വില്ലൻ കുന്തം കുലുക്കി, ഇത് വില്യം ഷേക്സ്പിയർ എന്ന വാക്കിന് VKN നൽകിയിരിക്കുന്ന ഒരു പരിഭാഷയാണ്. വിൻസ്റ്റൺ പള്ളിക്കുന്നേൽ, വിൻസ്റ്റൺ ചർച്ചിൽ എന്നതിന് VKN കൊടുത്തിരിക്കുന്ന ഒരു മലയാള പദമാണ്. ഇത്തരത്തിൽ സ്വന്തമായി ഒരു ഭാഷയെ രൂപീകരിച്ച VKN ഉൾപ്പെടെയുള്ള എഴുത്തുകാർ ഭാഷയെ നവീകരിച്ചിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ഈ അടുത്ത കാലത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നവര് ഭാഷയിൽ സ്വന്തമായി ഒരു അധ്വാനം എടുക്കുന്നില്ല എന്ന് പലപ്പോഴും എനിക്കും തോന്നിയിട്ടുണ്ട്. എഴുത്തും സാഹിത്യവും ഭാഷയും ഒക്കെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ആ കൂട്ടത്തില് വ്യത്യസ്ത മേഖലകളിൽ 45ഓളം പുസ്തകങ്ങൾ സാറ് പുറത്തിറക്കിയിട്ടുണ്ട്. പുസ്തകം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിരവധി പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും എടുത്ത് പറയാൻ പറ്റുന്ന ഒരു പുസ്തകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ? എടുത്തു പറയാൻ പറ്റുന്ന എന്റെ പുസ്തകത്തെ കുറിച്ച് ഞാൻ പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം 45 കുഞ്ഞുങ്ങളിൽ ഏത് കുഞ്ഞിനോടാണ് ഇഷ്ടമെന്ന് ചോദിച്ചാൽ പറയാൻ കുറച്ച് പ്രയാസമാണ്. എന്നിരുന്നാലും കഥാസമാഹാരങ്ങളുണ്ട്, നോവലുകൾ എഴുതിയിട്ടുണ്ട്, ഗവേഷണ സംബന്ധിയായ പുസ്തകം എഴുതിയിട്ടുണ്ട്, ബാലസാഹിത്യം എഴുതിയിട്ടുണ്ട്, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചത്, പരിഭാഷകൾ എഴുതിയിട്ടുണ്ട്, തിരക്കഥകൾ എഴുതിയിട്ടുണ്ട്, തിരക്കഥാ സമാഹാരങ്ങൾ വന്നിട്ടുണ്ട്. ഓരോന്നിനും ഓരോ തരം വേദനയാണ്. ഈ സർഗവേദന എന്ന് പറയുന്ന ഓരോന്നിനും വ്യത്യസ്തമാണ്. അപ്പൊ അതുകൊണ്ട് ഏത് പുസ്തകമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ എന്റെ ഇഷ്ടപുസ്തകം എന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ പ്രത്യേകിച്ച് മറുപടിയൊന്നുമില്ല. പക്ഷെ ചോദിച്ച സ്ഥിതിക്ക് പെൻഡുലം എന്ന് പറയുന്ന ഞാൻ എഴുതിയ നോവല്, ആ നോവലിന് മലയാറ്റൂർ പുരസ്കാരവും രാജലക്ഷ്മി അവാർഡ്, അങ്ങനെ കുറെ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയാണ്. പക്ഷെ എന്തുകൊണ്ട് അത് എന്റെ ഇഷ്ടപ്പെട്ട നോവലായെന്ന് ചോദിച്ചാൽ എന്റെയും എനിക്കറിയാവുന്ന കുറെ പരിചയക്കാരുടെയും കഥയാണ് അതിന്റെ ഉള്ളടക്കം. അതാണ് ഇഷ്ടപ്പെടാൻ കാരണം. പുസ്തകങ്ങൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട്, ഒരുപാട് എഴുത്തുകാരുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ പുതിയ എഴുത്തുകാരും ഒക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എഴുത്തുകാര് കൂടിയിട്ടുണ്ടോ? വായനക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ടോ? എഴുത്തുകാരുടെ എണ്ണം കൂടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വായനക്കാരുടെ എണ്ണം കൂടണം, പ്രസാധകന്മാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്, എഴുത്തുകാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതിന് അനുപാതമായിട്ട് അല്ലെങ്കിൽ അതിനെ
അധികരിക്കുന്ന രീതിയിൽ വായനക്കാരുടെ എണ്ണം കൂടണം. വായനക്കാരുടെ എണ്ണം കൂടണമെന്നുണ്ടെങ്കിൽ വായനക്കാരുടെ വായനാഭിരുചിയെ, വായനാരതിയെ അതിജീവിക്കുന്ന തരത്തിലുള്ള, അതിലംഘിക്കുന്ന തരത്തിലുള്ള പുസ്തകങ്ങൾ പുറത്തിറങ്ങണം. നിർഭാഗ്യവശാൽ മലയാളത്തിൽ അത്തരം പുസ്തകങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷെ നമുക്ക് ഓരോ കാലഘട്ടത്തിലും ഓരോ ലെയറുകളിലും നമുക്ക് നമ്മുടെ വായനാഭിരുചിയെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പുസ്തകങ്ങളിലേക്ക് എത്തിച്ചേരണം. ഇപ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് ബാലരമ, പൂമ്പാറ്റ, കളിക്കുടുക്കയൊക്കെ വായിച്ചതിൽ നിന്ന് പിന്നീട് അപ്ഗ്രേഡ് ചെയ്ത് അടുത്തൊരു ഘട്ടത്തിലേക്ക് വരുന്നു, വീണ്ടും അടുത്ത ഘട്ടത്തിലേക്ക് വരുന്നു. നമ്മുടെ വായനാഭിരുചിയെ, വായനാ രതിയെ തൃപ്തിപ്പെടുത്തുന്ന പുസ്തകങ്ങൾ വരാതിരിക്കുമ്പോഴാണ് അത് ഭാഷയ്ക്കൊരു നഷ്ടമായി തീരുന്നത്. മറ്റു ഭാഷകളിലെ പുസ്തകങ്ങളെ അന്വേഷിച്ച് നമ്മൾ പോകുന്നത്. അതെ, ഇപ്പം മലയാളത്തില് പുതിയ എഴുത്തുകാർ വന്നു, അവരെഴുതുന്ന പുസ്തകങ്ങളൊക്കെ ഇപ്പൊ ഏകദേശം ഒരു സിനിമാ കഥ പോലത്തെ പുസ്തകങ്ങളൊക്കെ തന്നെയാണ് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്തിടെ ഇപ്പോൾ സുഭാഷ് ചന്ദ്രൻ തന്നെ നമുക്ക് റേഡിയോ ലൈബ്രറിയിൽ വന്ന സമയത്ത് അദ്ദേഹത്തിനോട് ഈ കാര്യം ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവരെഴുതിക്കോട്ടെ, കുഴപ്പമില്ല, നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. പക്ഷെ MTA പോലെയൊക്കെയുള്ള ഒരുപാട് സാഹിത്യങ്ങളൊക്കെ എഴുതി വന്നിരുന്ന ആൾക്കാർ പണ്ട് മുതൽ ഇപ്പം ബൈബിളും ഖുറാനും മഹാഭാരതവും ഒക്കെ വായിച്ചു വന്ന ആൾക്കാരാണ്. അപ്പോൾ നല്ലൊരു എഴുത്തുകാരനാണെന്നുണ്ടെങ്കിൽ ഇത്തരം പുസ്തകങ്ങൾ വായിച്ചിട്ട് തന്നെ എഴുത്തുകാരനാകണം എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് സാറിന്റെ അഭിപ്രായത്തിൽ ഇത്തരത്തിൽ പുതിയ രീതിയിലുള്ള എഴുത്താണ്, റീല് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി അത് വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ അത്തരത്തിലുള്ള എഴുത്തിനെ എങ്ങനെ കാണുന്നു? അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണോ? മലയാളത്തിലെ എഴുത്തുകൾ, സമകാലിക എഴുത്തുകളിൽ അത്ര റീഡബിലിറ്റിയാണ് എല്ലാവരും നോക്കുന്നത്. നേരത്തെ ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ പുസ്തകം സിനിമയാക്കിക്കൂടെ എന്നൊരു അഭ്യർത്ഥനയുമായിട്ടാണ് മിക്കവാറും നോവലുകളൊക്കെ ഈ കാലത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നെ അങ്ങ് സിനിമയിൽ എടുത്തോണേ എന്നൊരു അഭ്യർത്ഥന അതിന്റെ ഉള്ളിൽ വളരെ ഗോപനം ചെയ്തിരിക്കുന്ന പോലെ, വളരെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന പോലെ ഒരു സമീപനമാണ് മിക്കവാറും പുസ്തകങ്ങൾ. ഞാനത് എൻ്റെ ഒരു സുഹൃത്തിന്റെ ഒരു പുസ്തകം കുറച്ചു കാലം മുമ്പ് ഇറങ്ങിയപ്പോൾ ഞാനിത് ഒരു വേദിയിൽ, സാഹിത്യ അക്കാദമിയിൽ ഒരു വേദിയിൽ പറഞ്ഞതാണ്, ഇത് സിനിമയാകാൻ സാധ്യതയുണ്ടെന്ന്. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ലാൽ ജോസ് അത് സിനിമയായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പുസ്തകത്തിന്റെ പേരൊന്നും പറയുന്നില്ല, അതിപ്പോ ഉടനെ പിന്നെ സിനിമയായിട്ട് പുറത്തു വരും. അപ്പൊ ഞാൻ പറഞ്ഞത് അത്തരത്തിലൊരു സിനിമാറ്റിക് ആയിട്ട് എഴുതുന്ന അല്ലെങ്കിൽ ദൃശ്യഭാഷയാണ് നമ്മുടെ മലയാള സാഹിത്യത്തിന് ഏറ്റവും നല്ലത് എന്ന് തോന്നിപ്പിക്കുന്ന, അങ്ങനെ ധരിച്ചു വശായ എഴുത്തുകാരാണ്, പ്രത്യേകിച്ച് നോവലിസ്റ്റുകളാണ് ഇപ്പോ മലയാള സാഹിത്യത്തിൽ ശ്രദ്ധേയരായിക്കൊണ്ടിരിക്കുന്നത്. അത് നല്ല പ്രവണതയല്ല. എന്താ കാരണം എന്ന് വെച്ചാല് നമ്മുടെയൊക്കെ വായനയെ പരിപോഷിപ്പിക്കുന്നത് വളരെ എക്സെൻട്രിക് ആയിട്ടുള്ള വ്യതിരിക്ത സ്വഭാവമുള്ള പുസ്തകങ്ങളാണ്. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാല്, കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് മലയാളത്തിലെ ഒരു വളരെ പ്രശസ്തമായ ഒരു പബ്ലിഷറുടെ ഒരു പരസ്യം വന്നത്, ഈ പുസ്തകം ഏത് പേജിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് വായിച്ചു തുടങ്ങാമെന്ന, വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരന്റെ, ഒരു പ്രവാസ ജീവിതമൊക്കെ നയിച്ച ഒരു എഴുത്തുകാരന്റെ ഒരു പുസ്തകത്തിന് അവർ കൊടുത്ത പരസ്യവാചകമാണ്, ഏത് പേജിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പുസ്തകം വായിച്ചു തുടങ്ങാമെന്ന്. പക്ഷേ മിലോറാദ് പാവിച്ച് എന്ന് പറഞ്ഞ ഒരു യൂഗോസ്ലാവിയൻ റൈറ്റർ 80കളുടെ അവസാനം എഴുതിയ ഡിക്ഷണറി ഓഫ് കസാർസ് എന്ന് പറയുന്ന ഒരു പുസ്തകം വായിച്ചിട്ടില്ലാത്ത വായനക്കാരോടാണ് ഇത് പറഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ ഇത് വായിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ഇത് സമ്മതിച്ചു തരില്ല. 80കളുടെ അവസാനം തന്നെ അത്തരം ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ഞാനിപ്പം ആനുഷംഗികമായി പറഞ്ഞെങ്കിലും ആ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത, അത് ഒറ്റ പുസ്തകമല്ല, ഇരട്ട പുസ്തകമാണ്. അത് ആൺപുസ്തകമുണ്ട്, പെൺപുസ്തകമുണ്ട്. ഇപ്പൊ ഈ ആൺപുസ്തകത്തിന്റെ ആദ്യ പേജിൽ എഴുതി വെച്ചിരിക്കുന്നു, ഇതിന്റെ പെൺപുസ്തകം നിങ്ങൾ വായിച്ചില്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോകും. പെൺപുസ്തകത്തിന്റെ ആദ്യം എഴുതി വെച്ചിരിക്കുന്നു, ഇതിന്റെ ആൺപുസ്തകം നിങ്ങൾ വായിച്ചില്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോകും. പക്ഷെ ഈ ആൺപുസ്തകവും പെൺപുസ്തകവും തമ്മിൽ ആകെയുള്ള വ്യത്യാസം ഒരു പാരഗ്രാഫ് മാത്രമാണ്. ഞാൻ എന്തായാലും പെട്ടെന്ന് മരിച്ചു പോകണ്ടെന്ന് കരുതി 2 പുസ്തകം വായിച്ച ഒരാളാണ്. എന്തായാലും മരിച്ചു പോകും, പെട്ടെന്ന് മരിക്കണ്ടെന്ന് കരുതി 2 പുസ്തകം വായിച്ചിട്ടുണ്ട്. ഈ സിനിമകളുടെ കാര്യം പറഞ്ഞു പോയപ്പോ ഒരുപാട് നോവലുകൾ സിനിമയായിട്ടുണ്ട്. ചില നോവലുകൾ നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ വായിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ക്രിയേറ്റിവിറ്റി ചിലപ്പോൾ അത് സിനിമയായി വന്നു കഴിയുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാറില്ല. ഞാൻ മനസ്സിലാക്കി വെച്ചേക്കുന്ന സിനിമയും സാഹിത്യവും രണ്ടും 2 ജാനറുകളാണ്, 2 ജനസുകളാണ്. അതിനെ ഒരുമിച്ച് കൂട്ടിക്കെട്ടാൻ കഴിയില്ല എന്നുള്ള വിശ്വാസക്കാരനാണ്. ഞാനും ചെറിയ ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് ദൃശ്യഭാഷ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സിനിമാറ്റിക് ആയിരിക്കണം എന്നുള്ളതാണ്. എഴുത്തൊരിക്കലും സിനിമാറ്റിക് ആവരുത് എന്ന നിർബന്ധ ബുദ്ധിയുള്ള ഒരാളും കൂടിയാണ്. അപ്പൊ രണ്ടും 2ആണ്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ എക്കോ എന്ന് പറഞ്ഞ സിനിമ വളരെ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അത് ഒരു നല്ല സിനിമയ്ക്ക് ഉദാഹരണമായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാനിപ്പോ എക്കോയുടെ പേര് പറയും. അതേസമയം നമ്മൾ മുമ്പ് ചെമ്മീൻ ഉണ്ടായിട്ടുണ്ട്, നീലക്കുയിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നറേഷൻസ് ആണ്, ആഖ്യാനങ്ങളാണ്. അത് നോവലിനെ അതേപടി പറിച്ചു നടുക എന്ന് പറയുന്ന, നോവലിന്റെ ഒരു നറേഷൻ എടുത്ത്, നറേഷൻ പാറ്റേൺ, ഒരു കഥ പറയുക, അതിന്റെ ആദിമധ്യാന്ത പൊരുത്തത്തോടുകൂടി അവതരിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു നറേഷൻ പാറ്റേൺ ആണ്. അപ്പൊ ഇതിനെയൊക്കെ അതിജീവിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമാറ്റിക്, ഒരു ദൃശ്യാനുഭവം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് സിനിമ എന്ന് പറയുന്ന മറ്റൊരു
ഒരു ജാനറിന് മാത്രമേ അത് കഴിയൂ. അതുകൊണ്ട് അത് രണ്ടും രണ്ടാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ ന്യൂ ജനറേഷനെ കുറിച്ച് പരാതികൾ കേൾക്കുന്നത് അവർ തെറ്റായ രീതിയിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഒരു സമയത്ത് വായനശാലകൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ടായിരുന്നു. വായനശാലകൾ ഉള്ളത് കൊണ്ട് തന്നെ ചെറുപ്പം മുതലേ കുട്ടികളെ വായനശാലകളിലേക്ക് വിടുന്നു. അവർക്ക് വേണ്ട പുസ്തകങ്ങൾ അവർ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വായിച്ച് പഠിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. അവർ തെറ്റായ വഴികളിലേക്ക് പോകുന്നത് കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പം നാട്ടിൽ നമ്മുടെ വായനശാലകൾ കുറഞ്ഞിട്ടുണ്ടോ? അത് കാരണമാണോ യുവാക്കൾ മോശപ്പെട്ട രീതിയിലേക്ക് പോകുന്നതൊക്കെ, തെറ്റായ രീതിയിലേക്കൊക്കെ പോകുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? ഈ ചോദ്യത്തെ ഞാൻ രണ്ട് ഭാഗങ്ങളായിട്ട് മറുപടി പറയാമെന്ന് വിചാരിക്കുകയാണ്. ഒന്ന്, വായനശാല എന്ന് പറയുന്ന ഒരു സാംസ്കാരിക പ്രവർത്തനമാണ്. ഇന്നത്തെ തലമുറയ്ക്ക് എത്രമാത്രം സാംസ്കാരിക പ്രവർത്തനത്തിൽ താല്പര്യമുണ്ട് എന്നുള്ളത് ഒരു ചോദ്യമാണ്. അഥവാ സാംസ്കാരിക പ്രവർത്തനത്തിൽ താല്പര്യമില്ലാത്തത് അല്ലെങ്കിൽ അതിന്റെ അഭാവം എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ, നമുക്കിതിനെ ആരെ കുറ്റപ്പെടുത്തണമെന്ന് ചോദിച്ചാൽ, ഞാൻ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും കുറ്റപ്പെടുത്തുന്നത് സാംസ്കാരിക പ്രവർത്തകരെയും എഴുത്തുകാരെയുമാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, സാംസ്കാരിക പ്രവർത്തകർക്കും എഴുത്തുകാർക്കും നിലപാടില്ലാത്തതാണ് ഇതിന്റെ അടിസ്ഥാന പ്രശ്നം. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി, പല പ്രദേശങ്ങളിലായി 52 ഇടങ്ങളിൽ യുദ്ധം നടക്കുന്നുണ്ട് എന്നാണ് UN-ന്റെ ഔദ്യോഗിക കണക്ക്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അത് കിട്ടും. ഈ 52 ഇടങ്ങളിൽ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ചോ വംശഹത്യയെക്കുറിച്ചോ നമ്മൾ എവിടെയെങ്കിലും അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുണ്ടോ? ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എന്താണ് ഈ വിഷയങ്ങളിലെ നിലപാട്? അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ലിയോ മാർപ്പാപ്പ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു. പാലസ്തീൻ വിഷയം അവസാനിപ്പിക്കാനുള്ള ഒരേ ഒരു വഴി പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കുക എന്നതാണ്. ഈ വിഷയത്തിലൊക്കെ നമ്മുടെ സാംസ്കാരിക നായകന്മാരും എഴുത്തുകാരും എന്ത് നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്? ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുക എന്നത് വാസ്തവത്തിൽ ഒരു സാംസ്കാരിക പ്രവർത്തനം മാത്രമല്ല, ഇപ്പോഴും നിലവിലുള്ളതും വരാനിരിക്കുന്ന തലമുറയ്ക്കുമുള്ള ഒരു ദിശാസൂചി കൂടിയാണ്. ആ അർത്ഥത്തിൽ നോക്കിയാൽ 1832 പ്രസിദ്ധീകൃതമായിട്ടുള്ള ലോട്ടസ് ഈറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കവിതയുടെ ഇതിവൃത്തത്തിലേക്കാണ് നമ്മുടെ പുതിയ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളെ തോന്നിപ്പിച്ചേക്കാം. അതിന്റെ ഇതിവൃത്തം നിങ്ങൾക്ക് അത്ര പരിചയമില്ലെങ്കിൽ ഞാനതൊന്ന് ഒരു വാചകത്തിൽ പറയാം. ട്രോജൻ യുദ്ധം കഴിഞ്ഞിട്ട് ഗ്രീക്ക് പടയാളികൾ തിരികെ മടങ്ങി ഗ്രീസിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ദ്വീപ് കാണുന്നു. ആ ദ്വീപിലെ അല്പനേരം വിശ്രമിച്ചിട്ട് പോകാൻ വേണ്ടി അവരിയ്ക്കുന്നു. ആ ദ്വീപിന്റെ പ്രത്യേകത, ആ ദ്വീപിലെ മനുഷ്യര് ലോട്ടസ് കഴിക്കുന്നവരാണ്, താമര കഴിക്കുന്നവരാണ്. ഈ താമര കഴിക്കുന്നവരുടെ ഒരു പ്രത്യേകത, അവര് ഭൂതകാലം മറന്നുപോകും, ഭാവിയെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല, വർത്തമാനത്തിൽ മാത്രം ജീവിക്കുന്നവരാണ് ഈ താമര തിന്നുന്ന ദ്വീപ് നിവാസികൾ. കവിതയുടെ പേര് മറക്കണ്ട, ലോട്ടസ് ഈറ്റേഴ്സ്. അപ്പൊ ഈ അത്തരം ലോട്ടസ് ഈറ്റേഴ്സിനെ കണ്ടപ്പോൾ കുറെ പടയാളികൾ അവരുടെ പാസ്റ്റ് മറന്നു, ഫ്യൂച്ചറിനെ കുറിച്ച് ധാരണയില്ലാതെ ആ ദ്വീപിൽ തന്നെ കഴിയാൻ ഇടവരുന്നു. ഒരു പക്ഷേ നമ്മുടെ യുവതലമുറയും ചരിത്രം മറക്കുന്നു, ഭാവിയെക്കുറിച്ച് യാതൊരു വീണ്ടും വിചാരവും ഇല്ലാതെ ജീവിക്കുന്നു, പ്രസന്റിൽ മാത്രം ജീവിക്കുന്നു. ഇങ്ങനെ ജീവിക്കാൻ നമ്മളെ ആരെങ്കിലും പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതും കുറ്റകരമാണ്. അപ്പൊ അത്തരത്തിൽ നമ്മൾ ലോട്ടസ് ഈറ്റേഴ്സ് ആവാതിരിക്കുക എന്നതാണ് ഇപ്പോഴത്തെ തലമുറയോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന് മുൻകൈ എടുക്കേണ്ടത് നമ്മുടെ സാംസ്കാരിക പ്രവർത്തകരും എഴുത്തുകാരും തന്നെയാണ്. ഡോക്ടർ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളോട് പ്രതികരിക്കുക തന്നെയാണ്? ഞാൻ എന്റെ നിലപാടുകൾ ഞാൻ തീർച്ചയായിട്ടും അറിയിക്കേണ്ട വേദികളിൽ അറിയിക്കും. എന്നിരുന്നാലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് അതിന് തീർച്ചയായിട്ടും പരിമിതിയുണ്ട്. ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എന്റെ പ്രതികരണങ്ങൾ ഞാൻ രേഖപ്പെടുത്താറുണ്ട്. അത്തരത്തിൽ പ്രതികരണങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു മാർഗം നമ്മുടെ പൂർവ്വസൂരികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് അന്യാപദേശ കഥകളാണ്. ജന്തു കഥകളിലൂടെ നമുക്ക് വേണമെങ്കിൽ മനുഷ്യരെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും നിലപാടുകളെക്കുറിച്ചും ഒക്കെ നമുക്ക് സംസാരിക്കാം. എന്റെ ഈ ഇത്രയും നേരം സംസാരത്തിനിടയ്ക്ക് തന്നെ നിങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഇനി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകണമെന്നുണ്ട്. ഇപ്പൊ എഴുത്തിനൊപ്പം തന്നെ ഒരു സംവിധായകൻ എന്ന നിലയിൽ കൂടി ഒരു പുരസ്കാരമൊക്കെ ലഭിച്ചിട്ടുണ്ട്. അത് കേരള ഗവൺമെന്റിന്റെ പുരസ്കാരമാണ് ലഭിച്ചു കഴിഞ്ഞിട്ടുള്ളത്. നിശാഗന്ധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമിന്. അത് 2008-09 കാലത്ത് ചെയ്തൊരു ഷോർട്ട് ഫിലിമാണ്. ഞാൻ അന്നൊരു സ്കൂളിലെ അധ്യാപകനായിരുന്നു. അപ്പോൾ ആ സ്കൂളിന് വേണ്ടി ചെയ്തൊരു ഷോർട്ട് ഫിലിമാണ്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലൊക്കെ പോയി കുറച്ച് നാള് സർക്കാർ ചെലവിൽ സിനിമയൊക്കെ പഠിച്ച് അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. പക്ഷെ ആ സിനിമയുമായി ബന്ധപ്പെട്ട് 2 പ്രധാനപ്പെട്ട അനുഭവങ്ങൾ എനിക്കുണ്ട്. ചിലപ്പോൾ കേൾവിക്കാർക്ക് അതായിരിക്കും കൂടുതൽ ഇഷ്ടം. ഒന്ന്, ആ ഷൂട്ടിംഗ് നടക്കുന്നതിന്റെ 2ാം ദിവസം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 2009 ജനുവരി 1. ആ ദിവസം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ആദ്യത്തെ മകൻ ജനിക്കുന്നത്. ഞാൻ മലപ്പുറത്തായിരുന്നു, മകൻ കൊല്ലത്താണ് ജനിച്ചത്. അപ്പോൾ എനിക്ക് എന്തായാലും അന്നത്തെ ദിവസം മകനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ചെന്നത്. അപ്പൊ ഈ
വൈകി മാത്രം വന്ന അച്ഛൻ അല്ലെങ്കിൽ ഭർത്താവ് എന്ന പേരുദോഷം അതൊരിക്കലും മാറി കിട്ടത്തില്ല. പേരുദോഷം ഇപ്പോഴും എന്നെ പിന്തുടരുന്നുണ്ട്. രണ്ടാമത്തെ അനുഭവം എന്താന്ന് വെച്ചാൽ ഈ ഷോർട്ട് ഫിലിം പിന്നീട് ഒരു വലിയ സിനിമയ്ക്ക് നിമിത്തമായിട്ടുണ്ട്. ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ എന്നെ വിളിക്കുകയും ഇതിന്റെ കഥയുടെ പേര് ടൈറ്റിൽ കാർഡിൽ എന്റെ പേര് വെക്കാം എന്നൊക്കെ എന്റെ സംവിധായകൻ എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ഒരു അമിത വിനയം കൊണ്ട് ഞാനത് ഒഴിവാക്കി, കുഴപ്പമില്ല, സാരമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞതിന്റെ പേരിൽ സംവിധായകന്റെ പേര് തന്നെയാണ് ടൈറ്റിൽ കാർഡിൽ കഥ എന്ന് വെച്ച് കഥാ സംവിധാനം ആളിന്റെ പേര് വെച്ചു. പക്ഷെ എന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം, ആ വർഷത്തെ സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും മികച്ച കഥയ്ക്ക് അവാർഡ് കിട്ടിയത് ആ ചിത്രത്തിനായിരുന്നു. എന്നിട്ട് സാറിന് മെൻഷൻ ചെയ്തിട്ടില്ല? അല്ല, ഞാനത് വളരെ സൗഹാർദ്ദപരമായിട്ട് കഥ എന്റെ പേര്, ഞാനാകെ ചെയ്ത സിനിമയ്ക്ക് 20 മിനിറ്റേ ഉള്ളൂ. നിങ്ങൾ സിനിമ ചെയ്യുമ്പോൾ 2 മണിക്കൂറിലേറെ ഉണ്ടാകുമല്ലോ, അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുകയും ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഞാൻ ചെയ്തപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട വേഷം അഭിനയിച്ചത് ഒരു ടീച്ചറാണ്, ഒരു ലേഡി ടീച്ചറാണ്. അത് മലയാള സിനിമയ്ക്ക് ഈ ലേഡി ടീച്ചർ മുഖ്യവേഷത്തിൽ വരുന്നത് പ്രയാസമാകുന്നു കരുതി അതൊരു മാഷിനെ ആക്കി. എന്റെ സിനിമയിൽ ഞാൻ നൈറ്റ് ക്ലാസ് ഒക്കെ ആയിരുന്നു, രാത്രികാല ക്ലാസ് ആയിരുന്നു എന്റെ നിശാഗന്ധിയുടെ പ്രമേയം. ചിത്രം ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുമായിരിക്കും. രാത്രികാല ക്ലാസ് പ്രമേയമാക്കി ഇറങ്ങിയിട്ടുള്ള ഒരേ ഒരു മലയാള സിനിമ ഉണ്ടായിട്ടുള്ളൂ. ഇത് ഞാൻ അന്ന് പഠിപ്പിച്ച സ്കൂളിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു കഥയാണ് ഞാൻ ചെയ്തത്. ഞാൻ വന്നതിന് ശേഷം ഞാൻ ആ സ്കൂളിൽ പഠിപ്പിക്കാൻ വരുമ്പോൾ 28% അവിടുത്തെ വിജയ ശതമാനം. പിന്നീട് എന്റെ മിടുക്കൊന്നുമല്ല, ഞങ്ങൾ എല്ലാവരുടെയും ഈ ആശയത്തിന്റെ ഫലമായി രാത്രികാല ക്ലാസ് തുടങ്ങി 100% വിജയത്തിലേക്ക് എത്തിയ ഒരു സ്കൂളാണ് അത്. എന്റെ സ്കൂളിന്റെ, തൂർ സ്കൂളിന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ആ കഥ ഉണ്ടാക്കിയത്. ഈ സിനിമയിലും അതുപോലെ തന്നെയാണ്. തീരെ വിജയ ശതമാനം ഇല്ലാത്ത ഒരു സ്കൂള് പിന്നീട് 100% വിജയത്തിലേക്ക് എത്തുന്നു എന്നൊക്കെയുള്ള ഒരു കഥയാണ്. തെളിയിക്കാൻ എൻ്റെ അടുത്ത് വേറെ തെളിവുകളൊന്നുമില്ല. ആകെ എൻ്റെ അടുത്തുള്ള തെളിവെന്ന് പറയുന്നത് ഈ സിനിമ, ഇപ്പൊ പറഞ്ഞ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് എന്റെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന് എനിക്ക് കിട്ടിയ പുരസ്കാരത്തിനകത്ത് ഈ സിനിമയ്ക്ക് മുമ്പാണ് പുരസ്കാരം കിട്ടിയത് എന്ന ഒരു സർട്ടിഫിക്കറ്റ് മാത്രമേ ഇപ്പൊ രേഖയായിട്ട് എൻ്റെ അടുത്തുള്ളൂ. സ്വാഭാവികമായിട്ടും എന്റെ സിനിമയിലെ ഡയലോഗ്, അതിനുശേഷം എന്റെ സിനിമ യൂട്യൂബിലൊക്കെ ഉണ്ട്. അപ്പൊ ആ സിനിമയിലെ ഡയലോഗ് ഒക്കെ മറ്റേ വലിയ സിനിമയിലുണ്ടല്ലോ എന്ന് പലരും എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നീ ആ സിനിമ കോപ്പി അടിച്ചിട്ടാണോ ഈ ഷോർട്ട് ഫിലിം ഉണ്ടാക്കിയെന്നൊക്കെ ആരോപണം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഞാൻ ആകെ ചെയ്തത്, ഈ സർക്കാർ മുദ്ര എന്തായാലും വ്യാജമായിട്ട് അടിച്ചുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ സർക്കാർ മുദ്രയുള്ള 2 ആനകളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സീലൊക്കെ അടിച്ച ഒരു സർട്ടിഫിക്കറ്റ് ഇപ്പോഴും എന്റെ വീട്ടിലുണ്ട്. അതാണ് ആകെയുള്ള തെളിവ്. അതുപോലെ തന്നെ പുഴ മുതൽ പുഴ വരെ ഒരു ഡോക്യുമെന്ററിയാണ്. അത് സി രാധാകൃഷ്ണന്റെ റൈറ്ററായിട്ടുള്ള സി രാധാകൃഷ്ണന്റെ ജീവിതവും എഴുത്തും മുൻനിർത്തിയുള്ള ഒരു ഡോക്യുമെന്ററിയാണ്. അതിനും ഒരു പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുണ്ട്. മലയാള സർവകലാശാലയ്ക്ക് വേണ്ടി ചെയ്ത ഒരു ഡോക്യുമെന്ററിയാണ് അത്. ഇനി അങ്ങനെ ഒരു സംവിധായക വേഷത്തിലേക്ക് എത്തണമെന്ന് തോന്നിയിട്ടുണ്ട്? അപ്പൊ നമ്മളുടെ കഥകൾ പോലും മറ്റു ആൾക്കാരൊക്കെ എടുത്ത് ചെയ്തു, അവർക്ക് പുരസ്കാരങ്ങളൊക്കെ ലഭിക്കുന്നു. ഇനി സ്വന്തമായിട്ടൊരു കഥ എഴുതി സംവിധാന രംഗത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സിനിമ ഫുള്ളായിട്ടുള്ളൊരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം. സിനിമ എന്ന് പറയുന്നത് എപ്പോഴും അത് ഒരു നിയോഗമാണ്. അത് നമ്മളിപ്പോ എത്ര കാത്തിരുന്നിട്ടോ എത്ര ആവേശഭരിതനായിട്ടോ കാര്യമില്ല. ഞാൻ ഈ കോവിഡ് കാലത്ത്, കോവിഡിന് തൊട്ട് മുമ്പ് മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാറിന് വേണ്ടി, ഇപ്പോഴത്തെ ഒരു പുതിയ സൂപ്പർ സ്റ്റാറിന് വേണ്ടി ഒരു തിരക്കഥയൊക്കെ എഴുതി പൂർത്തിയാക്കി അതിന്റെ പേര് അനൗൺസ് ചെയ്യുന്ന ഘട്ടത്തിലാണ് കോവിഡ് വന്ന് എന്റെ സിനിമാ മോഹങ്ങൾ മൊത്തം തല്ലിക്കെടുത്തിയത്. പിന്നീട് ആ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പേര് വിളിക്കുന്ന സൂപ്പർ സ്റ്റാർ അല്ലേ കേട്ടോ, അദ്ദേഹം പിന്നീട് ഈ കോവിഡ് കാലത്ത് ഒരു മുറിയിലിരുന്ന് ചിത്രീകരിച്ച ഒരു സിനിമയൊക്കെ ആ സമയത്ത് പുറത്തിറങ്ങുകയുണ്ടായി. അപ്പൊ അത് അന്ന് നടക്കാതെ പോയ സിനിമയുടെ പേര് പറഞ്ഞേക്കാം. ഇപ്പം നിങ്ങൾ ആരെങ്കിലും ആ പേര് ഉപയോഗിക്കുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. വിറകുപുരയിലെ നക്സലൈറ്റ് എന്നായിരുന്നു ആ സിനിമയ്ക്ക് ഇട്ടിരുന്ന പേര്. അത് അനൗൺസ് ചെയ്തില്ല, അത് ചത്തുപോയി. അതിനുശേഷം മലയാളത്തിലെ ഒരു പ്രമുഖ കഥാകൃത്തിന്റെ ഒരു കഥ സിനിമയാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു സഹസംവിധായകൻ, ഭീഷ്മപർവ്വതത്തിന്റെ സഹസംവിധായകൻ, അതിനുശേഷം ഉണ്ടായ ഒരു സിനിമ ദുരനുഭവം എന്ന് പറഞ്ഞുകൂടെ ഒരു അനുഭവം, ഉണ്ണിയാർ എഴുതിയ മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്ന കഥ തിരക്കഥയാക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ഭീഷ്മപർവ്വതത്തിന്റെ ഒരു അസോസിയേറ്റ് ഡയറക്ടർ സമീപിച്ചായിരുന്നു. അത് ആ സ്ക്രിപ്റ്റ് മുഴുവൻ എഴുതി കഴിഞ്ഞതാണ്. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പിന്നീട് ഞാൻ കഥാകൃത്ത് ഉണ്ണിയാറിനെ നേരിട്ട് കണ്ട്, സർവകലാശാലയിൽ വെച്ച് നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോഴാണ് ഉണ്ണിച്ചേട്ടൻ പറയുന്നത് ആ കഥയുടെ റൈറ്റ് മറ്റൊരാൾക്ക് കൊടുത്തു പോയെന്ന്. അത് അറിയാതെയാണ് ഞാൻ അതിന്റെ സ്ക്രിപ്റ്റ് എഴുതി പൂർത്തിയാക്കിയത്. അതും അങ്ങനെ നശിച്ചു പോയി. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഖത്തർ പശ്ചാത്തലത്തിൽ, ഖത്തറിന്റെ ചില ഭാഗങ്ങൾ പശ്ചാത്തലമായി വരുന്ന ഒരു സ്ക്രിപ്റ്റ് ഞാൻ എഴുതിയിരുന്നു. അത് സിനിമയായിട്ടില്ല. അതിലും ചില പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു. അതിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഖത്തർ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഉദയനാണ് താരത്തിൽ പറയുന്ന പോലെ ഒരു തിരക്കഥയൊക്കെ എഴുതാൻ പറ്റുന്ന ആളിന് വേറെ ഒരുപാട് തിരക്കഥകളൊക്കെ എഴുതാൻ പറ്റും. ഞാനിപ്പോ സിനിമാക്കാരനാവണമെന്ന്
ഞാൻ വിചാരിച്ചില്ലെങ്കിൽ പോലും ചിലപ്പോൾ ഞാൻ സിനിമാക്കാരനായിരുന്നിരിക്കും. അതൊക്കെ ഒരു നിയോഗമാണ്, അത് എപ്പോഴെങ്കിലും ഒക്കെ സംഭവിക്കുമായിരിക്കും. ഇനി സംഭവിച്ചില്ലെങ്കിലും എനിക്ക് പരാതിയില്ല. മലയാളം സർവകലാശാലയിലായതുകൊണ്ട് തന്നെ തിരൂരാണ് താമസമൊക്കെ, പക്ഷെ യഥാർത്ഥ പ്രദേശം കൊല്ലമാണ്. കൊല്ലത്തെക്കുറിച്ച് എപ്പോഴും നല്ല വാർത്തകളൊന്നും അല്ല കേൾക്കാറുള്ളത്. കൊല്ലത്ത് ശരിക്കും താമസിക്കുന്നത് എവിടെയായിരുന്നു? എന്റെ സ്വദേശം മുണ്ടക്കലാണ്, കൊല്ലം ജില്ലയിലെ മുണ്ടക്കലാണ്. അത് കൊല്ലം എസ് എൻ കോളേജിന്റെ ഒക്കെ അടുത്താണ്. ഇപ്പൊ ഞാൻ താമസിക്കുന്നത് കുണ്ടറയിലാണ്. കുണ്ടറ കുരിപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. കൊല്ലത്തെ കുറിച്ച് നല്ല വാർത്തകളൊന്നുമല്ല കേൾക്കുന്നത് എന്നത് ശരിയല്ല. കൊല്ലത്തെ മനുഷ്യര് കുറച്ചുകൂടെ വൈകാരികമായി പ്രതികരിക്കുന്ന മനുഷ്യരാണ്. കൊല്ലത്തെ മനുഷ്യർ എപ്പോഴും പ്രതികരിക്കുന്ന ആൾക്കാരാണ്, എന്ത് കാര്യത്തിനും കണ്ടാൽ പ്രതികരിക്കുന്ന ആൾക്കാരാണ്. അതെ, തീർച്ചയായിട്ടും കുറച്ച് പ്രതികരണ ശേഷി കൂടുതലാണ്. ഞാൻ നേരത്തെ ഈ നിലപാടിന്റെയും പ്രതികരണത്തിന്റെയും കാര്യം പറഞ്ഞതുപോലെ ഏത് കാര്യത്തിലും ഒരു എക്സ്ട്രാ ബോണുള്ള മനുഷ്യരാണ് കൊല്ലത്തുകാരെന്ന് തോന്നിയിട്ടുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രതികരിക്കുന്ന ആൾക്കാർ. അതെ അതെ. പക്ഷേ അതേസമയം മലപ്പുറത്തെ മനുഷ്യരെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള കണ്ടിട്ടുള്ള ഏറ്റവും നല്ല മനുഷ്യര് മലപ്പുറത്തെ മനുഷ്യരാണ്. കാരണം അവരുടെ സ്നേഹത്തെ എന്തെങ്കിലുമായി താരതമ്യപ്പെടുത്തണമെങ്കിൽ ഞാൻ ഇന്ന് താരതമ്യപ്പെടുത്തുന്നത് ഖത്തറിലെ മനുഷ്യരുടെ സ്നേഹത്തോടായിരിക്കും. കാരണം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, അത് തെക്കൻ ജില്ലകളിൽ നിന്ന് അവിടെ പോയി താമസിച്ച പല ആൾക്കാരും പറഞ്ഞിട്ടുള്ളത് നേരിട്ട് അറിയാൻ പറ്റിയിട്ടില്ല. എന്താണ് ശരിക്കും അവരുടെ സ്നേഹം? അവരുടെ സ്നേഹം ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം, അപ്പൊ പെട്ടെന്ന് മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഞാൻ മുമ്പ് തുവൂർ സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കുടുംബസമേതം നിലമ്പൂരിലേക്ക് ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ കാറിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ കാറിന്റെ പിൻവശത്തെ ഒരു ടയർ കാറ്റ് കുറയുകയോ പഞ്ചറാവുകയോ ചെയ്തു. 2 ചെക്കന്മാര് ബൈക്കിൽ വന്ന് കാറിന് വട്ടം ചാടി നിന്നിട്ട് പഞ്ചറാണ് എന്ന് പറഞ്ഞിട്ട് അവര് തന്നെ അത് ഇളക്കി കൊണ്ടുപോയി പഞ്ചറൊക്കെ ഒട്ടിച്ച് തിരികെ കൊണ്ടുവന്ന് ഇട്ട് എന്ന് പോകുന്ന തരത്തിലുള്ള. അതുപോലെ നമ്മൾ മീൻ വാങ്ങാൻ പോകുമ്പോഴത്തേക്ക് ഈ മീൻ മാഷിന് വേണ്ട കേട്ടോ, അല്ലെങ്കിൽ പച്ചക്കറി വാങ്ങാൻ പോകുമ്പോഴത്തേക്ക് അത് മാഷ് എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് വളരെ സ്നേഹപൂർവ്വം ഉപദേശിക്കുകയും ശാസിക്കുകയും സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയും ചെയ്യുന്ന തരം മനുഷ്യരാണ്. അത്തരം മനുഷ്യര് മലപ്പുറം കഴിഞ്ഞാൽ എന്റെ അനുഭവത്തിൽ ഖത്തറിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഒരുപാട് നന്ദി സാർ സംസാരിക്കാനായിട്ട് സാധിച്ചതിൽ. ഇനി ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കണമെന്നുണ്ട്. എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഞങ്ങളുടെ കൂടെ റേഡിയോ ലൈബ്രറിയിൽ എത്തിയതിൽ ഒരുപാട് നന്ദി. സന്തോഷം. താങ്ക് യു. ഡോക്ടർ അശോക് ഡിക്രൂസ് ആയിരുന്നു നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത്. ഒരുപാട് കാര്യങ്ങൾ കേട്ട് വന്നു, അതിൽ നിന്നൊക്കെ കുറെ കാര്യങ്ങൾ മനസ്സിലായി. ആരെയൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞതെന്നും ഏതൊക്കെ സിനിമയെക്കുറിച്ചാണ് സംസാരിച്ചതെന്നും ഒക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. മലയാള ഭാഷയിലെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴും ഗവേഷകനാണ്. അത് കാരണം തന്നെ നിരവധി പുസ്തകങ്ങളാണ്, ഗവേഷണവുമായി ബന്ധപ്പെട്ട് നിരവധി പുസ്തകങ്ങൾ ഇറക്കിക്കൊണ്ട് തന്നെ ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഒരു എഴുത്തുകാരൻ കൂടി തന്നെയാണ് ഇന്ന് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത്, ഡോക്ടർ അശോക് ഡിക്രൂസ്. അപ്പൊ എന്തായാലും ഇന്നത്തെ റേഡിയോ ലൈബ്രറി അങ്ങനെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അടുത്ത ആഴ്ച മറ്റൊരു പുസ്തകവും മറ്റൊരു അതിഥിയൊക്കെ ആയിട്ട് എത്തിച്ചേരാം. അതുവരെ ടാറ്റാ ബൈ പറയുകയാണ് രതീഷ്. കേട്ടോളിക്കൂ ഖത്തർസ് നമ്പർ 1 റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം 98.6 FM.